ഹായ് ഓൾ, അൺഅക്കാഡമി കേരള PSC ക്യാപ്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ പ്രധാന കാർഷിക വിളകളെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം നമുക്ക് ടീയെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുവാനുള്ളത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. അപ്പോൾ ചെറിയൊരു ടോപ്പിക്കാണ്. തേയിലയുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട്. അവ ഏതെല്ലാം എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് തേയിലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ആ വസ്തുതകൾ. ഈ തേയിലയുടെ ശാസ്ത്രീയ നാമമാണ് കമേലിയ സെനൻസിസ്. എന്താണ് തേയിലയുടെ ശാസ്ത്രീയ നാമം? തേയിലയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കമേലിയ സെനൻസിസ് എന്നാണ് തേയിലയുടെ ശാസ്ത്രീയ നാമമായിട്ട് പറയുന്നത്. കമേലിയ സെനൻസിസ് എന്നാണ് തേയിലയുടെ ശാസ്ത്രീയ നാമം. അതുപോലെ തന്നെ ഈ തേയില ചെടികൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത് 1823-ലാണ്. 1823 തേയില ചെടികൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ ഈ തേയില ചെടികൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഏത് വർഷമാണ്? 1823-ലാണ്. ഇത് കണ്ടെത്തിയത് ബ്രിട്ടീഷ് മേജർ റോബർട്ട് ബ്രൂസ് ആണ്. ഓക്കെ, 1823 തേയിലച്ചെടികൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? ബ്രിട്ടീഷ് മേജറായ റോബർട്ട് ബ്രൂസ്. ഇദ്ദേഹമാണ് കേട്ടോ, മേജർ റോബർട്ട് ബ്രൂസ്. ഇദ്ദേഹമാണ് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ദെൻ ഇത് കണ്ടെത്തിയ സ്ഥലം എവിടെയാ എന്ന് ചോദിച്ചാൽ അപ്പർ ആസാമിലെ കുന്നിൻ ചെരുവുകളിലാണ്. ഈ തേയിലച്ചെടികൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത് എവിടെയാണ്? അപ്പർ ആസാമിലെ കുന്നിൻ ചെരുവുകളിലാണ് ഈ തേയിലച്ചെടികൾ ആദ്യമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ശാസ്ത്രീയ നാമം കമേലിയ സെനൻസിസ് എന്നാണ്. 1823 തേയിലച്ചെടികൾ ഇന്ത്യയിൽ ആദ്യമായി കണ്ടെത്തിയത് ബ്രിട്ടീഷ് മേജർ റോബർട്ട് ബ്രൂസ് ആണ്. ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് എവിടെയാണ്? അപ്പർ ആസാമിലെ കുന്നിൻ ചെരുവുകളിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാന പാനീയ വിളയാണ് ഏത്? തേയില. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാന പാനീയ വിള ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തേയിലയാണ് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന പ്രധാന പാനീയ വിള. ദെൻ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ്? ആസാമാണ്. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാമിലാണ് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം ആസാമിലെ ഗുവാഹത്തിയാണ്. ഓക്കെ, ആസാമിലെ ഗുവാഹത്തിയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമിനെ തേയില സംസ്ഥാനം അഥവാ ടീ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചാൽ അത് ഇടുക്കിയാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാന പാനീയ വിളയാണ് തേയില. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാം. കേരളത്തിലെ ജില്ല ചോദിക്കുകയാണെങ്കിൽ ഇടുക്കി പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം ആസാമിലെ ഗുവാഹത്തിയിലാണ്. ദെൻ തേയില കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ. തേയില കൃഷിക്ക് ചില പ്രധാന ഭൂമിശാസ്ത്ര ഘടകങ്ങളൊന്നും ഒത്തുവരേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അത് നോക്കാം. താപനില 25 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലായിരിക്കണം. തേയില കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകത്തിൽ താപനില 25 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലായിരിക്കണം. വാർഷിക വർഷപാതം 200 സെന്റിമീറ്റർ മുതൽ 250 സെന്റിമീറ്റർ വരെ ലഭിക്കണം. ഓക്കെ, തേയില കൃഷിക്ക് അനുയോജ്യമാകാൻ വാർഷിക വർഷപാതം 200 സെന്റിമീറ്റർ മുതൽ 250 സെന്റിമീറ്റർ വരെ ലഭിക്കണം. ദെൻ ജൈവാംശം കൂടുതലുള്ളതും നീർവാർച്ചയുള്ളതുമായ മണ്ണ് ആയിരിക്കണം. ദെൻ അതുപോലെ തന്നെ കുന്നിൻ ചെരുവുകളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തേയില കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങളായിട്ട് പറയുന്നത്. താപനില 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ, വാർഷിക വർഷപാതം 200 സെന്റിമീറ്ററിന്റെയും 250 സെന്റിമീറ്ററിന്റെയും ഇടയിലായിരിക്കണം. ജൈവാംശം കൂടുതലുള്ളതും നീർവാർച്ചയുള്ളതുമായ മണ്ണായിരിക്കണം. കുന്നിൻ ചെരുവുകളാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് പുകയിലയെക്കുറിച്ചാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ഇന്ത്യയിലെ കാർഷിക വിളകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് പുകയില. പുകയിലയുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആ വസ്തുതകൾ ഏതെല്ലാം എന്ന് പരിശോധിക്കാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുപുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. ഓക്കെ,
അപ്പോൾ പുകയിലയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ നോക്കാം. പുകയിലയുടെ ശാസ്ത്രീയ നാമമാണ് ഏത്? നിക്കോട്ടിയാന ടബാക്കം എന്നതാണ്. ഓക്കെ, പുകയിലയുടെ ശാസ്ത്രീയ നാമമായിട്ട് പറയുന്നത് എന്താണ്? നിക്കോട്ടിയാന ടബാക്കം. നിക്കോട്ടിയാന ടബാക്കം എന്നതാണ് പുകയിലയുടെ ശാസ്ത്രീയ നാമമായിട്ട് പറയുന്ന നിക്കോട്ടിയാന ടബാക്കം എന്നതാണ് പുകയിലയുടെ ശാസ്ത്രീയ നാമം. ലോകത്തിൽ പുകയില ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ചൈനയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് പറയുന്നത് ചൈനയാണ്. പുകയില ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ആന്ധ്രാപ്രദേശാണ്. പുകയിലയുടെ ഉൽപാദനത്തിൽ പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ്. ഇനി കേരളത്തിലെ ജില്ലയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഒരൊറ്റ ജില്ലയിലെ പുകയില കൃഷിയുള്ളൂ. അത് എവിടെയാണ്? കാസർഗോഡാണ്. പുകയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ല ചോദിക്കുകയാണെങ്കിൽ ഒരൊറ്റ ജില്ലയിലെ പുകയില കൃഷി ചെയ്യുന്നുള്ളൂ. അത് എവിടെയാണ്? അത് കാസർഗോഡാണ്. അപ്പോൾ പുകയിലയുടെ ശാസ്ത്രീയ നാമമാണ് നിക്കോട്ടിയാന ടബാക്കം. ലോകത്തിൽ പുകയില ഉൽപാദനത്തിൽ 1-ാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? ചൈനയാണ്. പുകയില ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്. പുകയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് കാസർഗോഡാണ്. അതുപോലെ തന്നെ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തുവാണ് നിക്കോട്ടിനാണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏതാണ്? പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏതെന്ന് ചോദിച്ചാൽ അത് നിക്കോട്ടിനാണ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തുവായിട്ട് പറയുന്നത്. നിക്കോട്ടിൻ കൂടുതലായി കാണപ്പെടുന്നത് പുകയില ചെടിയുടെ വേരുകളിലാണ്. നിക്കോട്ടിന് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? നിക്കോട്ടിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് പുകയില ചെടിയുടെ വേരുകളിലാണ് നിക്കോട്ടിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുകയിലയുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. ഒന്നും കൂടെ നോക്കാം. പുകയിലയുടെ ശാസ്ത്രീയ നാമം നിക്കോട്ടിയാന ടബാക്കം. ലോകത്തിൽ പുകയില ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ചൈന. പുകയില ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പുകയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തുവാണ് നിക്കോട്ടിൻ. നിക്കോട്ടിൻ കൂടുതലായിട്ട് കാണപ്പെടുന്ന പുകയില ചെടിയുടെ വേരുകളിലാണ്. നമുക്ക് പഠിക്കുവാനുള്ളത് കോഫിയെ കുറിച്ചാണ്. ഓക്കെ, കേരള PSC പരീക്ഷകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യയിലെ കാർഷികോൽപ്പന്നങ്ങൾ. അപ്പോൾ ഇന്ത്യയിലെ കാർഷികോൽപ്പന്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാപ്പി അഥവാ കോഫി. അപ്പോൾ ഈ കോഫിയുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന പോയിന്റുകളുണ്ട്. അവയാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുപുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ കോഫിയുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ആ പോയിന്റുകൾ നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഒരു പ്രധാന ഉഷ്ണമേഖല പാനീയ വിളയാണ് കാപ്പി. ഓക്കെ, ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഒരു പ്രധാന ഉഷ്ണമേഖല പാനീയ വിളയാണ് ഏത്? കാപ്പി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് 17-ാം നൂറ്റാണ്ടിലാണ് ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത്. ഏതാണ്? കാപ്പി തൈകൾ ഇന്ത്യയിൽ എത്തിയത് ഏത് നൂറ്റാണ്ടിലാണ്? 17-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി കാപ്പി തൈകൾ ഇന്ത്യയിൽ എത്തുന്നത്. ഏത് കാലഘട്ടത്തിലാണ്? 17-ാം നൂറ്റാണ്ടിലാണ് കാപ്പി തൈകൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. അറേബ്യയിൽ നിന്നും മുസ്ലിം പണ്ഡിതനായ ബാബ ബുദാനാണ് ഈ കാപ്പി തൈകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. 17-ാം നൂറ്റാണ്ടിൽ മുസ്ലിം പണ്ഡിതനായ ബാബ ബുദാനാണ് കാപ്പി തൈകൾ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഒരു പ്രധാന ഉഷ്ണമേഖല പാനീയ വിളയാണ് കാപ്പി. 17-ാം നൂറ്റാണ്ടിൽ ആദ്യമായി കാപ്പി തൈകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അറേബ്യയിൽ നിന്നും മുസ്ലിം പണ്ഡിതനായ ബാബു ബുദാനാണ് തേയില ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യമായി തേയില നട്ടുവളർത്തിയത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് തേയില നട്ടുവളർത്തിയത് കർണാടകത്തിലെ ചിക്മംഗ്ലൂരുവിലെ കുന്നിൻ ചെരുവുകളിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തേയില നട്ടുവളർത്തിയത് എവിടെയാണ്? കർണാടകത്തിലെ ചിക്മംഗ്ലൂരുവിലെ കുന്നിൻ ചെരുവുകളിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തേയില നട്ടുവളർത്തിയിരിക്കുന്നത്. കർണാടകയുടെ കോഫി ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് ചിക്മംഗ്ലൂരുവിനെയാണ്.
കർണാടകയുടെ കോഫി ലാൻഡ്. ഓക്കെ, കർണാടകയുടെ കോഫി ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? ചിക്മംഗ്ലൂരുവിനെയാണ് കർണാടകയുടെ കോഫി ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. കാപ്പി ഉൽപാദനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കർണാടക. ഓക്കെ, കാപ്പി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദനം നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയിലാണ്. ഓക്കെ, ദെൻ വയനാട് ജില്ലയിലാണ്. ദെൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 കാപ്പി ഇനങ്ങളാണ് റോബസ്റ്റയും അതുപോലെ തന്നെ ലൈബീരിക്കയും. ഓക്കെ, റോബസ്റ്റ, ലൈബീരിക്ക എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 കാപ്പി ഇനങ്ങൾ. അപ്പോൾ ആദ്യമായി തേയില നട്ടു വളർത്തിയത് കർണാടകത്തിലെ ചിക്മംഗ്ലൂരുവിലെ കുന്നിൻ ചെരുവുകളിലാണ്. കർണാടകയുടെ കോഫി ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് ചിക്മംഗ്ലൂരാണ്. കാപ്പി ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കർണാടകമാണ്. ദെൻ അറബിക്ക. അറബിക്ക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള, ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാപ്പിക്കുരുവാണ്. വിദേശ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ കാപ്പി മാർക്കറ്റുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാപ്പിക്കുരുവാണ് ഈ അറബിക്ക. അറബിക്ക കേട്ടോ, അറബിക്ക എന്നത് ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാപ്പിക്കുരുവാണ്. വിദേശ മാർക്കറ്റുകളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കോഫി ഇനമാണ് ഈ കാണുന്ന അറബിക്ക എന്ന ഈ ഒരു കോഫി ഇനം. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് റബ്ബറിനെ കുറിച്ചാണ്. നിലവിൽ നമ്മൾ ഇന്ത്യയിലെ പ്രധാന കാർഷിക വിളകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട്. അവയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക കേട്ടോ. സോ എന്തൊക്കെയാണ് റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട്? റബ്ബറിന്റെ ജന്മദേശം ഏതാണ്? റബ്ബറിന്റെ ജന്മദേശമായിട്ട് പറയുന്നത് ഏതാണ്? ബ്രസീലാണ് കേട്ടോ. ബ്രസീലാണ് റബ്ബറിന്റെ ജന്മദേശമായിട്ട് പറയുന്നത് ഏതാണ്? ബ്രസീലാണ് റബ്ബറിന്റെ ജന്മദേശം. ദെൻ റബ്ബറിന്റെ ശാസ്ത്രീയ നാമം ഹെവിയ ബ്രസീലിയൻസിസ് എന്നാണ്. റബ്ബറിന്റെ ജന്മദേശം ഏതാണ്? ബ്രസീലാണ് റബ്ബറിന്റെ ജന്മദേശം. റബ്ബറിന്റെ ശാസ്ത്രീയ നാമമായിട്ട് പറയുന്നത് ഏതാണ്? ഹെവിയ ബ്രസീലിയൻസിസ് എന്നതാണ്. റബ്ബറിന്റെ ശാസ്ത്രീയ നാമം ഹെവിയ ബ്രസീലിയൻസിസ് എന്നതാണ്. ഇന്ത്യയിലേക്ക് റബ്ബർ വിത്തുകൾ ആദ്യമായി കൊണ്ടുവന്നത് 1875 ബ്രിട്ടീഷുകാരനായ സർ ഹെൻറി വില്യമാണ്. ഓക്കെ, ഇന്ത്യയിലേക്ക് റബ്ബർ ആദ്യമായിട്ട് കൊണ്ടുവന്നത് 1875 ബ്രിട്ടീഷുകാരനായ സർ ഹെൻറി വില്യമാണ് ഇന്ത്യയിലേക്ക് റബ്ബർ വിത്തുകൾ ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? റബ്ബറിന്റെ ജന്മദേശം ബ്രസീലാണ്. ശാസ്ത്രീയ നാമം ഹെവിയ ബ്രസീലിയൻസിസ് എന്നതാണ് റബ്ബറിന്റെ ശാസ്ത്രീയ നാമം. ഇന്ത്യയിലേക്ക് റബ്ബർ വിത്തുകൾ ആദ്യമായി കൊണ്ടുവന്നത് 1875 ബ്രിട്ടീഷുകാരനായ സർ ഹെൻറി വില്യമാണ്. ഓക്കെ, റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് പരിശോധിക്കാം. ഏതെല്ലാമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്നാണ് പരിശോധിക്കുന്നത്. താപനില എപ്പോഴും 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിരിക്കണം. ഓക്കെ, റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് എന്ന് പറയുന്ന താപനില 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിരിക്കണം. ദെൻ 150 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭ്യമാക്കണം. താപനില 25 ഡിഗ്രി സെൽഷ്യസിന് കൂടുതലായിരിക്കണം. ദെൻ മഴ 150 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭ്യമായിരിക്കണം. ദെൻ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണായിരിക്കണം. മണ്ണ് ഏതായിരിക്കണം? ലാറ്ററൈറ്റ് മണ്ണായിരിക്കണം. ഓക്കെ, ഇതാണ് ഏറ്റവും അനുയോജ്യമായത് എന്നാണ് പറയുന്നത് കേട്ടോ. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് താപനില 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാവണം, 150 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കണം, ദെൻ മണ്ണ് ഏതായിരിക്കണം? ലാറ്ററൈറ്റ് മണ്ണായിരിക്കണം. കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് പെരിയാറിന്റെ തീരത്ത് മധ്യ തിരുവിതാംകൂറിലാണ്. കേരളത്തിൽ കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് എവിടെയാണ്? മധ്യ തിരുവിതാംകൂറിൽ പെരിയാറിന്റെ തീരത്താണ്. ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് 1902 മലപ്പുറത്ത് നിലമ്പൂരിലാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് മധ്യ തിരുവിതാംകൂറിലാണ്. ദെൻ ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് 1902 മലപ്പുറത്ത് നിലമ്പൂരിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ദെൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയുടെ റബ്ബർ തലസ്ഥാനം എന്ന് കേരളത്തെ വിളിക്കാറുണ്ട്. എന്നാൽ ഇന്ത്യയുടെ 2ാം റബ്ബർ തലസ്ഥാനം എന്ന് വിളിക്കുന്നത് ത്രിപുരയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്.
റബ്ബറിനുണ്ടാകുന്ന വിലയിടിവ് ബാധിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനവും അതുകൊണ്ട് തന്നെ കേരളമാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളമായതുകൊണ്ട് തന്നെ റബ്ബറിനുണ്ടാകുന്ന വിലയിടിവ് കാര്യമായിട്ട് ബാധിക്കുന്നതും ഏതിനെയാണ്? കേരളത്തെയാണ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് മധ്യ തിരുവിതാംകൂറിലാണ്. ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് 1902 മലപ്പുറത്ത് നിലമ്പൂരിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. റബ്ബറിനുണ്ടാകുന്ന വിലയിടിവ് ബാധിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ഏതാണ്? എറണാകുളം ജില്ലയിലെ ഐരാപുരത്താണ് ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ഐരാപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക്. കൊച്ചിക്കടുത്ത് ഐരാപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിതമായിരിക്കുന്നത്. ദെൻ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയത്താണ്. കേരളത്തിൽ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയത്താണ്. അതുപോലെ തന്നെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും എവിടെ തന്നെയാണ്? കോട്ടയത്താണ്. ഓക്കെ. റബ്ബർ ബോർഡും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും എവിടെയാണ്? കോട്ടയത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ഒന്നുകൂടി. ഇപ്പോൾ റബ്ബറിന്റെ ജന്മദേശം അവിടെ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. റബ്ബറിന്റെ ജന്മദേശം ഏതാണ്? ബ്രസീലാണ്. റബ്ബറിന്റെ ശാസ്ത്രീയ നാമമാണ് ഹെവിയ ബ്രസീലിയൻസിസ് എന്നതാണ് റബ്ബറിന്റെ ശാസ്ത്രീയ നാമം. ഇന്ത്യയിലേക്ക് റബ്ബർ വിത്തുകൾ ആദ്യമായി കൊണ്ടുവന്നത് 1875 ബ്രിട്ടീഷുകാരനായ സർ ഹെൻറി വില്യമാണ്. ദെൻ അതുപോലെ തന്നെ പിന്നെ പറഞ്ഞു എന്താണ്? റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ താപനില 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിരിക്കണം, 150 സെന്റിമീറ്ററിന് മുകളിൽ മഴയുണ്ടായിരിക്കണം, ദെൻ ലാറ്ററൈറ്റ് മണ്ണായിരിക്കണം. പിന്നെ കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് മധ്യ തിരുവിതാംകൂറിലാണ്. ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് 1902 മലപ്പുറത്ത് നിലമ്പൂരിൽ. ദെൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. റബ്ബറിനുണ്ടാകുന്ന വിലയിടിവ് ബാധിക്കുന്ന സംസ്ഥാനവും കേരളം തന്നെയാണ്. ദെൻ ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ഏതാണ്? എറണാകുളം ജില്ലയിലെ ഐരാപുരമാണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയം. ദെൻ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്?